Hi everyone, how are you? I hope all of you are extremely fine. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയോ? നിങ്ങളുടെ പോർഷൻ ഓൾമോസ്റ്റ് കഴിയാറായില്ലേ? നമുക്ക് നന്നായി എക്സാം എഴുതണം അല്ലേ? കെമിസ്ട്രി, അതായത് രസതന്ത്രം, ഏറ്റവും രസകരമായ രീതിയിൽ പഠിക്കാൻ വേണ്ട ക്ലൂസ് തരികയാണ് ഞാനിവിടെ. അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ A+ നേടാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ഞാൻ 3rd ചാപ്റ്റർ തന്നെ എടുക്കുകയാണ്. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രം. അതിൽ നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് അറിയാമെങ്കിൽ ആ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും എളുപ്പ വഴിയിൽ എങ്ങനെ ഓർത്ത് വയ്ക്കാം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഈ രീതിയിലാണത് താഴേക്ക് പോകുന്നത്. അതായത് റിയാക്ടിവിറ്റി കുറയുന്ന ക്രമത്തിലാണ് റിയാക്ടിവിറ്റി സീരീസ് ഉള്ളത്. അപ്പം നമുക്ക് മുകളിൽ കാണുന്നത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസും മിഡിലിൽ മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് റിയാക്റ്റീവ് മെറ്റൽസും താഴെ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസുമാണ് കാണുന്നത്. അതായത് തീവ്രത ഏറ്റവും കൂടുതലുള്ളത് മുകളിലും തീവ്രത ഏതാണ്ട് ആവറേജ് ആയിട്ടുള്ളത് നടുക്കും, ഒട്ടും തീവ്രത ഇല്ലാത്തത് ലാസ്റ്റിലുമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പ വഴിയിൽ ഇതൊന്ന് ഓർത്ത് വയ്ക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ക്ലാസ് നേരത്തെ എടുത്തിരുന്ന എൻ്റെ ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ് കാണാവുന്നതാണ്. പൊട്ടാസ്യം എന്നുള്ളതിൻ്റെ നമ്മൾ P എന്ന ആദ്യത്തെ അക്ഷരം കൊടുത്താൽ നോക്കിക്കേ, PSC പഠിക്കാൻ പോയ MA കാരൻ സിൻജൻ CMS കോളേജിൽ PGക്ക് ചേർന്നു. P പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം, M മഗ്നീഷ്യം, A അലുമിനിയം, Z സിങ്ക്, I അയൺ, N നിക്കൽ, അടുത്ത ടിൻ, ലെഡ്, ഇനി EC കോപ്പർ, പിന്നെ മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. അപ്പോൾ ഇവിടെ ചോദിക്കും, രണ്ടിടത്ത് C വന്നല്ലോ. ഞങ്ങൾക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആണ് കാൽസ്യം, അതെന്തായാലും മുകളിൽ. കോപ്പർ തീർത്തും റിയാക്ടിവിറ്റി കുറവാണ്, അത് താഴെ. അതേപോലെ 2 S ഉണ്ട്. നിങ്ങൾക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആണ് സോഡിയം, താഴെയുള്ളത് സിൽവർ ആണ്. ഇത്രയൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസും വരുന്നത്. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിയാക്ഷൻ. ഇതിൻ്റെ റിയാക്ഷൻ ഏതൊക്കെ ആയിട്ടുള്ള റിയാക്ഷനാണ് പഠിക്കാനുള്ളത്? ഓക്സിജനും വാട്ടറും പിന്നെ ആസിഡും ആയിട്ടുള്ള റിയാക്ഷനാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ക്രമത്തിൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ പൊട്ടാസ്യം, സോഡിയം, അത് ഹൈലി റിയാക്റ്റീവ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു സോഡിയം പൊട്ടാസ്യം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്താൽ നല്ല മെറ്റാലിക് ലസ്റ്റർ ഉള്ളതാണ് അല്ലേ, നല്ല തിളക്കമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ പുറത്ത് വെറുതെ വെച്ചിരുന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് മങ്ങി വരുന്നതായിട്ട് കാണാം. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട്സ് ഫാസ്റ്റ് വിത്ത് ഓക്സിജൻ, മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. വായുവിൽ ഉള്ള ഓക്സിജനും ജലാംശവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയായി സോഡിയവും പൊട്ടാസ്യവും പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. അതായത് സോഡിയം ഓക്സിജനുമായി ചേർന്ന് സോഡിയം ഓക്സൈഡ്, സോഡിയം വാട്ടറുമായിട്ട് ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയവും വാട്ടറും അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നാൽ സോഡിയം കാർബണേറ്റ്, അവസാനം സോഡിയം അല്ലാതാകും. അപ്പോൾ സോഡിയത്തിൻ്റെ മെറ്റാലിക് ലസ്റ്ററൊക്കെ പോയിട്ട് അവസാനം നമുക്ക് കിട്ടുന്നത് സോഡിയം കാർബണേറ്റ്. അപ്പം ഇനി അടുത്തത് മഗ്നീഷ്യം നമുക്കൊന്ന് നോക്കാം. കുറച്ചും കൂടെ റിയാക്ടിവിറ്റി കുറവാണ്, എന്നാലും മഗ്നീഷ്യം ആഫ്റ്റർ സം ഡേയ്സ് ഇറ്റ്സ് ലസ്റ്റർ ഫേഡ്സ്. കുറച്ച് ദിവസം വെച്ചിരുന്നാൽ അതിൻ്റെ പുറത്തൊക്കെ മഗ്നീഷ്യം റിബണിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്കറിയാം, ലാബിൽ നിങ്ങൾ കാണുന്നതാണ്, പുറത്തൊക്കെ ഒരു ഫ്ലേക്സ് വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. അതെന്താണ്? മഗ്നീഷ്യം ഓക്സൈഡാണ്. ഇനി അടുത്തത് അലുമിനിയം. അലുമിനിയം വെസൽസ് നിങ്ങൾക്കറിയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ലസ്റ്റർ ഓഫ് അലുമിനിയം വെസൽസ് ഡിമിനിഷസ് ആസ് ടൈം പാസസ് ബൈ. കുറേ ദിവസം കഴിയുമ്പോൾ അലുമിനിയം വെസൽസ് ഒക്കെ മങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണവും അത് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് കോട്ടിംഗ്
ഒരു ഓക്സിജന്റെ കോട്ടിങ്, ഒരു ആവരണം അതിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ കാരണം. അടുത്തത് അയൺ. അയൺ ഏതിൽ വരുന്നു? മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള റിയാക്ടിവിറ്റിയിൽ വരുന്നതാണ് ഇരുമ്പ്. അയൺ കുറേ നാൾ വെച്ചിരുന്നാൽ, പുറത്ത് വെച്ചിരുന്നാൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും മോയ്സ്ചറുമായി ചേർന്ന് റസ്റ്റ്, തുരുമ്പ് ഉണ്ടാകും. റസ്റ്റിന്റെ ഫോർമുല Fe2O3 XH2O. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് റസ്റ്റ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഏത് വേണേലാകാം, 1 ആകാം, 2 ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഇത് പക്ഷേ കുറേ ടൈം എടുക്കും, കുറേ മാസങ്ങൾ എടുക്കും. ഇനി താഴേക്ക് വന്നാൽ ലോ റിയാക്റ്റീവ് ആണ് കോപ്പർ. ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ ഇറ്റ് ടേക്സ് മന്ത്സ് ടു ഫോം വെർഡിഗ്രീസ്, ക്ലാവ്. എന്താണ് ക്ലാവ് എന്ന് പറയുന്നത്? ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് ക്ലാവ് എന്ന് പറയുന്നത്, വെർഡിഗ്രീസ് എന്ന് പറയുന്നത്. ഇനി താഴേക്ക് വന്നാൽ സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഇത് തുറന്നു വെച്ചിരുന്നാൽ, എവിടെ വെച്ചിരുന്നാലും അതിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. ദേ ആർ ലീസ്റ്റ് റിയാക്റ്റീവ്, ഒന്നുമായിട്ടും റിയാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതലായിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇതിന് യാതൊരു റിയാക്ഷനും ഇല്ല. റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആഭരണമായിട്ട് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ദേ ഹാവ് നോ റിയാക്ഷൻ അറ്റ് ഓൾ. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഈ റിയാക്ടിവിറ്റി സീരീസിലുള്ള മെറ്റൽസ് തന്നെ റിയാക്ഷൻ വിത്ത് വാട്ടർ, ജലവുമായിട്ടുള്ള പ്രവർത്തനം. അതും ഇതേപോലെ തന്നെയാണ്. ഏറ്റവും മുകളിലുള്ളത് വിഗറസ് റിയാക്ഷൻ ആയിരിക്കും, അടുത്തത് മോഡറേറ്റ് ആയിരിക്കും, താഴെയുള്ളത് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പൊട്ടാസ്യം സോഡിയം റിയാക്ട്സ് വിഗറസ്ലി വിത്ത് വാട്ടർ ആൻഡ് ഹൈഡ്രജൻ ഈസ് ഫോംഡ്. ജലവുമായി വളരെ ഓടി നടന്ന് തീ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണത്. വലിയ തീവ്രതയേറിയ പ്രവർത്തനമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓടി നടന്ന് തീ പിടിക്കുന്നതായിട്ട് കാണാം. ഇനി കാൽസ്യം, മഗ്നീഷ്യം, ദേ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ. ശരിക്കും തണുത്ത വെള്ളത്തിൽ വലിയ റിയാക്ഷൻ ഒന്നും കാണുന്നില്ല. പക്ഷെ ചൂടുള്ള വെള്ളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ മെറ്റലിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നിരിക്കുന്ന കാണാം. എയർ ബബിൾസ്. എന്ത് ബബിൾസ് ആണ് അത്? ഗ്യാസ് ബബിൾസ്. അത് ഹൈഡ്രജൻ ഉണ്ടാകുന്നതാണ്. ഇനി സിങ്കും അയണും, അത് മീഡിയം, മോഡറേറ്റ് റിയാക്റ്റീവ് അല്ലെ മീഡിയം റിയാക്റ്റീവ്, അതിൽ പെടുന്നതാണ് സിങ്കും അയണും. അത് മധ്യത്തിൽ വരുന്നത്. ഇത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അടുത്തത് താഴേക്ക് വന്നാൽ നമുക്കറിയാം ഇവിടെ ഒരു ബാരിയർ ഉണ്ട്. കോപ്പറിന്റെ മുകളിലായിട്ട് ഒരു ഹൈഡ്രജൻ വെച്ചൊരു ബാരിയർ. ഹൈഡ്രജൻ ഈസ് നോട്ട് എ മെറ്റൽ, മെറ്റൽ അല്ല. പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ അത് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. അതൊരു ബാരിയർ ആയിട്ടാണ്. അതിൻ്റെ താഴെ വരുന്നത് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. തീർത്തും റിയാക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത തീർത്തും കുറവാണ്. കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്, ദേ ഹാവ് നോ റിയാക്ഷൻ അറ്റ് ഓൾ വിത്ത് കോൾഡ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ ഓർ ഈവൻ വിത്ത് സ്റ്റീം. നെക്സ്റ്റ് ഈസ് വിത്ത് ആസിഡ്സ്. പൊട്ടാസ്യം, സോഡിയം, അത് ഹൈലി റിയാക്റ്റീവ് ആണ്. നിങ്ങൾക്കറിയാം. നമ്മൾ ആസിഡുമായിട്ട് അത് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഡേഞ്ചറസ് ആണ്. തീർച്ചയായിട്ടും വലിയ ഉപ്പൊട്ടിത്തരം. നിങ്ങൾക്കറിയാം വെള്ളത്തിലിട്ടാൽ തന്നെ വളരെ വലുതായിട്ട് റിയാക്ട് ചെയ്യും. പൊട്ടാസ്യത്തിനെയും സോഡിയത്തിനെയും നമ്മൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. കാരണം അത് പുറത്ത് ഓക്സിജനിൽ വയ്ക്കാൻ പറ്റില്ല, വെള്ളത്തിലും സൂക്ഷിക്കാൻ പറ്റില്ല. പൊട്ടാസ്യം സോഡിയവും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ വളരെ വിഗറസ് ആയിരിക്കും. ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. പക്ഷെ നമുക്കത് എക്സ്പെരിമെന്റ് കാണിക്കാൻ പാടില്ല. ഇനി കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള സിങ്കും അയണും ഒക്കെ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക്, അതായത് കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്, ദേ ആർ നോട്ട് ഹാവിങ് എനി റിയാക്ഷൻ വിത്ത് ആസിഡ്. അത് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല. എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് എ ലോ റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് ഒരു റിയാക്ടിവിറ്റി കൂടിയ അല്ലെങ്കിൽ ക്രിയാശീലം കൂടിയ ഒരു ലോഹം ഒരു ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ ലവണ ലൈനിൽ നിന്ന് ആ ലോഹത്തെ ആദേശം ചെയ്യുന്നു. ഇതാണ് ആദേശ രാസപ്രവർത്തനം. ഇവിടെ മഗ്നീഷ്യം റിബൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇട്ടാൽ മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ കോപ്പർ
സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഇട്ട് വെച്ചിരിക്കുന്നു. ഇതിൽ ഏതിലാണ് റിയാക്ഷൻ നടക്കുക? നിങ്ങൾ നോക്കണം. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ളത് ഏതാണ്? മുകളിലുള്ളത് എപ്പോഴും റിയാക്ടിവിറ്റി കൂടുതലുള്ളതാണ്, അല്ലെങ്കിൽ മുകളിലുള്ളതാണ് ആനോഡ്. അപ്പോൾ ഇവിടെ കോപ്പർ ആണോ സിങ്ക് ആണോ മുകളിലുള്ളത്? നിങ്ങൾക്കറിയാം, കോപ്പർ താഴെയും സിങ്ക് മുകളിലുമാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലുള്ള സിങ്ക് ആണ്. അതുകൊണ്ട് കോപ്പർ സിങ്കിനെ ആദേശം ചെയ്യുന്നില്ല. ഇനി തിരിച്ച് സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ തുരിശ ലായനിയിൽ ഒരു സിങ്ക് ദണ്ട് ഇട്ട് വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക്, അല്ലെങ്കിൽ കോപ്പറിന് റിയാക്ടിവിറ്റി ക്രിയാശീലം കുറവായതുകൊണ്ട് ഇത് സിങ്ക് അതിനെ ആദേശം ചെയ്യുന്നു. നിങ്ങൾക്ക് വളരെ ഒരു രസകരമായ ഒരു ക്ലൂ ഞാൻ തരാം. കോപ്പർ സൾഫേറ്റ്, ഇവിടെ മദറാണ് കോപ്പർ, സൾഫേറ്റ് സൺ മകൻ. ഇവർ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞപ്പോഴാണ് മകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്, സിങ്ക്. ഇവിടെ നോക്കുക, റിയാക്ടിവിറ്റി ഈസ് മോർ ഫോർ സിങ്ക്. ഇച്ചിരി കേമിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വന്ന മരുമകളും മകനും കൂടെ ചേർന്ന് സിങ്ക് സൾഫേറ്റ് അമ്മ അടിച്ച് പുറത്താക്കി. ഇതിൻ്റെ കാരണം എന്താണ്? സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ്. അതേസമയത്ത് തിരിച്ച് സിങ്ക് സൾഫേറ്റും കോപ്പറും ആയിരുന്നെങ്കിലോ, വന്ന പെണ്ണ് അല്പം റിയാക്ടിവിറ്റി കുറഞ്ഞത്, അതായത് പാവമായിരുന്നെങ്കിലോ, ഇവിടെ റിയാക്ഷൻ സംഭവിക്കുന്നില്ല. ഇനി ഇതിൽ ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ളത് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേക് സെൽ. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സെല്ല്, അതായത് ഇവിടെ കോപ്പർ സിങ്ക് സെല്ലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, കോപ്പർ സിങ്ക് സെൽ. നമുക്കതിന് വേണ്ടത് 2 ബീക്കർ. അപ്പം കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഞാൻ കോപ്പർ റോഡ് ഇട്ട് വെച്ചിരിക്കുന്നു, സിങ്ക് സൾഫേറ്റ് ലായനിയിൽ സിങ്ക് റോഡ് ഇട്ട് വെച്ചിരിക്കുന്നു. ഇത് ഒരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ്, നിങ്ങൾക്കറിയാം സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഫിൽറ്റർ പേപ്പർ മടക്കി പൊട്ടാസ്യം ക്ലോറൈഡിലോ പൊട്ടാസ്യം നൈട്രേറ്റിലോ മുക്കി ഇങ്ങനെ 2 സൊല്യൂഷനിലും കൂടെ ടച്ച് ചെയ്യുന്നത് പോലെ വെച്ചാൽ മതി. ഇതെന്തിനു വേണ്ടിയാണ്? ഫോർ ദ സ്റ്റഡി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇത് ഒരു കോപ്പർ സിങ്ക് വോൾട്ടേക് സെല്ലായി. ഇവിടെ ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിലെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ആനോഡിലെ റിയാക്ഷൻ എന്താണ്, കാഥോഡിലെ റിയാക്ഷൻ എന്താണ്? ഇതേപോലെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത്, വോൾട്ടേക് സെല്ലിൽ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് തന്നെ സിങ്ക് മുകളിലുള്ളതാണ്. അപ്പോൾ മുകളിലുള്ളത് എപ്പോഴും എന്താണ്? ആനോഡാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, നമ്മൾ മറ്റ് സെല്ല് പോലെയല്ല. ഇതിൽ ആനോഡ് എന്ന് പറയുന്നത് മൈനസ്, നെഗറ്റീവ്. ഇവിടെ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ്. ദെൻ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അത് ഈ ഗാൽവനിക് സെല്ലിൽ മാത്രമാണ് കേട്ടോ. അപ്പം ഇവിടെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ ഇവിടെ ആനോഡിൽ നിന്ന് നമ്മൾ ഒരു ആരോ കാണിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരോ. ഇലക്ട്രിക് ഫ്ലോ ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ഇവിടെ അപ്പോൾ ആനോഡിൽ നിന്ന് എന്ത് പോകുന്നു? ആരോ പോകുന്നു. അത് ഓർത്ത് വയ്ക്കുക, ആരോ പോകുന്നു. ഇനി ഇവിടെ ആനോഡ് നമുക്ക് എഴുതാമല്ലോ. മുകളിലുള്ളത് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ളതാണ് എപ്പോഴും ആനോഡ്. ഇവിടെ കോപ്പറിനേക്കാളും മുകളിലുള്ളത് സിങ്ക് ആയതുകൊണ്ട് സിങ്ക് ആനോഡ്, കോപ്പർ കാഥോഡ്. ഇനി റിയാക്ഷൻ നടക്കുന്നത്, അതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു ക്ലൂ തരാം. നമുക്കറിയാലോ ആനോഡ് സിങ്ക്, സിങ്കിൽ നിന്ന് ആര് പോകുന്നു? ആരോ പോകുന്നു. Zn gives Zn2 plus 2 electron. അപ്പം Zn gives Zn2 plus 2 electron. അപ്പം കാഥോഡിലെ റിയാക്ഷനോ? കാഥോഡിലെ കോപ്പർ 2+, Cu2+, ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായി മാറുന്നു? Cu. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഒരു സെല്ലും ചോദിച്ചാൽ എഴുതാൻ പറ്റും. അടുത്തത് സെക്കൻഡ് ചാപ്റ്റർ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് വാതക നിയമങ്ങൾ 3 അറിഞ്ഞിരിക്കണം. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ എഴുതാം?
പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിയമം ബോയിൽസ് ലോ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, അതായത് വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ഏത് കണ്ടീഷനിൽ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇപ്പം നമുക്കിതൊന്ന് നിർവചിച്ചാലോ. താപനില സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ബി വിപരീതാനുപാതം പി, അല്ലെങ്കിൽ ബി നേരനുപാതം 1/p. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്. പി ഗുണം വി ഒരു സ്ഥിരസംഖ്യ. ഇപ്പോൾ ബോയിൽസ് ലോ ആയി. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ ഒരു അക്വേറിയം ഉണ്ടെങ്കിൽ, നമുക്കൊരു അക്വേറിയം, ഇതിൽ നിങ്ങൾക്കറിയാം വെള്ളമുണ്ട്. നമ്മളിതിൽ എയർ ബബിൾസ് കൊടുക്കുകയാണെങ്കിൽ ഇത് താഴെ ചെറിയ ബബിള്, അതിൻ്റെ മുകളിൽ വലുതായിട്ട് ഇത് വരുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ താഴെ ഈ ജലം മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രഷറാണ് താഴെ. മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ബലൂൺ കെട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് ചെറിയതായിട്ട് തോന്നിക്കും. അത് നമ്മൾ പൊട്ടിച്ച്, അതായത് അതിൻ്റെ കയറ്, ആ ബന്ധനം വിട്ടാൽ അത് മുകളിലേക്ക് വരുന്തോറും ആ ബലൂൺ വീർത്ത് വരുന്നതായിട്ട് കാണും. ഇനി കാലാവസ്ഥാ ബലൂണുകൾ മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, മുകളിലേക്ക് പോകും തോറും അവിടെ അന്തരീക്ഷ മർദ്ദം കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ വ്യാപ്തം കൂടുന്നു. ബലൂൺ വലുതായി വരുന്നതായിട്ട് കാണാം. ഇനി അടുത്തത് ചാൾസ് ലോ, അല്ലെങ്കിൽ ചാൾസ് നിയമം. ഇതെന്താണ്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി വെൻ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. അത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് എന്നെഴുതാം. V is directly proportional to T when V is constant, or V by T is a constant. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് V by T ഒരു സ്ഥിരസംഖ്യ. ഇവിടെ ചാൾസ് ലോയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു ബലൂൺ വെയിലത്ത് വീർപ്പിച്ചിട്ടിരിക്കുന്നു. അതിനെന്ത് സംഭവിക്കുന്നു? അത് വെയിലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പം വ്യാപ്തം അതിൻ്റെ കൂടിയിട്ടത് പൊട്ടിപ്പോകുന്നു. അപ്പം ഇവിടെ ഇത് അറിയണമെങ്കിൽ നിങ്ങൾ ഓർക്കുക, ചാൾസ് ലോ കേൾക്കുമ്പോഴേ ഓർക്കുക, ചാൾസ് ചൂട്, ചാൾസും ചൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ സൈക്കിളിൻ്റെ ടയർ സമ്മർ സീസണിൽ പൊട്ടിപ്പോകാറുണ്ട് അല്ലേ? അതായത് ചൂട് കൊണ്ട് സൈക്കിൾ ടയർ പൊട്ടിപ്പോകുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. സൈക്കിൾ ടയറിനുള്ളിലെ വാതകത്തിൻ്റെ വ്യാപ്തം കൂടിയിട്ട് അത് പൊട്ടിപ്പോകുന്നതാണ്. നെക്സ്റ്റ് ഈസ് അവഗാഡ്രോസ് ലോ, അവഗാഡ്രോ നിയമം. വ്യാപ്തം അതിൻ്റെ തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ ഒരു ബലൂണ് നമ്മൾ ഊതിയാൽ അത് വീർക്കും. അതായത് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് വോളിയം കൂടും. ഇനി നെക്സ്റ്റ് മോളിക്കുലർ മാസ് കാണുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്സാമ്പിള് വാട്ടർ H2O, ഇതിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ 2 ആറ്റം ഉണ്ട് ഇതിൽ. അപ്പം നമ്മൾ 2, ഒരു ഹൈഡ്രജന് 1 ഗ്രാം, 2 × 1 2. ഇനി ഓക്സിജൻ 1 ആറ്റമാണുള്ളത്. അപ്പോൾ അത് ഇൻറ്റു നിങ്ങൾക്കറിയാം 16, അതിൻ്റെ അറ്റോമിക് മാസ് 16. അപ്പോൾ അത് 16. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 18. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ ഈസ് 18 grams. ഇതേപോലെ നിങ്ങൾക്ക് അറ്റോമിക് മാസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും മോളിക്കുലർ മാസ് കാണാം. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ എന്തൊക്കെ നമുക്ക് പഠിക്കാം? ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, അറ്റോമിക് മാസ് പഠിച്ചു വയ്ക്കുക. ഹൈഡ്രജൻ 1, നൈട്രജൻ 14, കാർബൺ 12, ഓക്സിജൻ 16,
സൾഫർ 32, സോഡിയം 23, ക്ലോറിൻ 35.5. ഇത്രയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ഏത് ചോദ്യം ചോദിച്ചാലും അതിൻ്റെ ഉത്തരം കിട്ടും. ഇനി നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന മോൾ കോൺസെപ്റ്റ്, ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. അപ്പം അതിനത് ഒരു ഉദാഹരണം, 180 ഗ്രാം വാട്ടർ. നിങ്ങൾ ഏതൊരെണ്ണവും മാസ് കാണുകയാണെങ്കിൽ ഓർക്കുക, ഫസ്റ്റിൽ തന്നെ അതിൻ്റെ മോള് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് എല്ലാം വളരെ ഈസി ആയിരിക്കും. മോള് കാണാൻ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഇവിടെ ഗിവൺ മാസ് 180 ആണ്. 180 ബൈ, നിങ്ങൾക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എത്ര ആയിരുന്നു? 18. നമുക്ക് 10 മോൾസ് എന്ന് കിട്ടി. ഈ 10 മോൾസ് അറിയാമെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം ഈസിയാണ്. 10 മോൾസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ മോൾസിന്റെ എണ്ണം ആയിരിക്കും തരുന്നത്, അന്നേരം നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. അപ്പൊ 10 മോൾസ് അറിയാമെങ്കിൽ മോളിക്യൂൾസ് എങ്ങനെയാണ്? 10 ഇൻറ്റു NA, അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. ഇത്രയും മോളിക്യൂൾസ് ആണെങ്കിൽ ഇതിന്റെ ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളിവിടെ നോക്കുക, ആറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാട്ടർ മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു തന്മാത്രയിൽ എത്ര ആറ്റം ഉണ്ട്? 2, 1, 3. ആ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. 3 ഇൻറ്റു പിന്നെ നമ്മൾ എത്രയാണോ മോളിക്യൂൾ അത് 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് എന്ന് ഈസി ആയിട്ട് എഴുതാം. ഇനി ലിറ്റർ, STP ലിറ്റർ നിങ്ങൾക്കറിയാം, ഒരു മോളിന് 22.4 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ 10 മോൾ ആയതുകൊണ്ട് 10 ഇൻറ്റു 22.4 ലിറ്റർ. ഈസി ആയില്ലേ? ഇനി ചാപ്റ്റർ 1, അതായത് പീരിയോഡിക് ടേബിൾ, നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ മോഡൽ ഞാൻ പറയാം. ഇപ്പം Fe, അറ്റോമിക് നമ്പർ 26, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതാം: 1s2, 2s2, 2p6, 3s2, 3p6. ഇനി നമ്മൾ 3D ഇവിടെ ഇട്ടിട്ട് 4s2 എഴുതിയിട്ട് ബാക്കി വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം. അപ്പം എത്ര വന്നു? 2 2 4 6 10, 12 6 18, 2 20, 6 26 നമുക്ക് കിട്ടി. ഇനി ചിലപ്പോൾ ചോദിക്കുന്നത് ഇതാണെങ്കിൽ Fe2+, Fe3+, ഇതിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ Fe2+ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇതിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയാം, അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡിയിലാണെന്നറിയാം. ഡിയിൽ 10 വരെ വരാം. നിങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺ വെച്ച് ഇവിടെ നിന്നല്ല ഇത് മാറ്റേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡിയിലാണെങ്കിലും നമുക്ക് ഇത് കളയുമ്പോൾ 2 ഇലക്ട്രോണിനെ നീക്കം ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലാസ്റ്റ് ഇലക്ട്രോണിനെയാണ് നീക്കം ചെയ്യുന്നത്. 4sൽ 2 ഉണ്ട്, അത് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, 3d6. ഇനി Fe3+ ആണെങ്കിലോ 1s2, 2s2, 2p6, 3s2, 3p. എന്ത് പറ്റും? ഇത് 2 പോയി, ഇനി അടുത്ത ഒരെണ്ണം ഇതിൽ നിന്നായിരിക്കും. അപ്പോൾ 3p6, 3d5. മനസ്സിലായില്ലേ? ഇതുപോലെ മാംഗനീസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം. നിങ്ങൾക്ക് ഇത് അറ്റോമിക് നമ്പർ തരാതെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ളതെല്ലാം കൂടെ കൂട്ടിയിട്ട് എഴുതിയാൽ മതി, അറ്റോമിക് നമ്പർ കിട്ടും. 2 2 4 6 10, 12 6 18, 2 20, 26. അപ്പോൾ അറ്റോമിക് നമ്പർ നമുക്ക് 26 എന്ന് എഴുതാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നിട്ട് നിങ്ങൾ Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ Fe2+ എന്ന് കാണുമ്പോൾ പറയാം, ഇനി 2 ഇലക്ട്രോൺ കൂടെ വരാനുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 4s കൂടെ ഇവിടെ ചേർത്ത് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ?
ഇനി അടുത്ത ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതാണ്. ക്രോമിയം 24 നമ്മൾ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6. നമ്മൾ സാധാരണ എഴുതാൻ സാധ്യത എങ്ങനെയാണ്? 4s2, 3d4 എന്ന് എഴുതും അല്ലേ? പക്ഷേ ഇത് തെറ്റാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുക. ഇത് തെറ്റാണ്. കാരണം ഡിയിൽ നിങ്ങൾക്കറിയാം 10 ഇലക്ട്രോൺസ് ആണ് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എത്ര? 5. പൂർണ്ണമായിട്ടുള്ളതാണെങ്കിൽ 10. അപ്പം ഇവിടെ പാതി നിറഞ്ഞതോ മുഴുവൻ നിറഞ്ഞതോ ആയിട്ടുള്ള ഡി സബ്ഷെല്ലിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്, സ്ഥിരത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് എസിൻ്റെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വാങ്ങി ഇത് 3d5 4s1 എന്നിങ്ങനെ നീക്കും. അത് പ്രത്യേകതയാണ്, ക്രോമിയത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വാട്ട് ഈസ് എ റീസൺ? കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ ഹാവ് മോർ സ്റ്റെബിലിറ്റി. ഹിയർ ദിസ് ഈസ് ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ. ഇനി കോപ്പർ 29 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s2, 3d9 ഇങ്ങനെയായിരുന്നു എഴുതേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ല എഴുതുന്നത്. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരെണ്ണം കൊടുത്ത് ഇവിടെ 10, ഇവിടെ 4s1. അപ്പം ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ കാരണം എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ഹാവ് മോർ സ്റ്റെബിലിറ്റി. അതായത് മുഴുവൻ നിറഞ്ഞതായ ഡി സബ്ഷെല്ലിന് സ്ഥിരത കൂടുതലായി. റൈറ്റ് ബ്ലോക്ക്, പീരിയഡ് ആൻഡ് ഗ്രൂപ്പ്. ബ്ലോക്കും പീരിയഡും ഗ്രൂപ്പും എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ എ തന്നിട്ടുണ്ട് 1s2, 2s2, 2p6. ബി ഈസ് 1s2, 2s2, 2p6, 3s1. സി ഈസ് 1s2, 2s2, 2p6, 3s2, 3p6, 3d3, 4s2. ഇവിടെ നമുക്ക് അറിയാം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് എവിടെയാണ് നടന്നത്, അതാണ് അതിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ പി സബ്ഷെൽ. അപ്പോൾ എയുടെ ബ്ലോക്ക് ഏതാണ്? എയുടെ ബ്ലോക്ക് പി. ബിയുടെ ബ്ലോക്കോ എസിലാണ് നടന്നത്, അതുകൊണ്ട് എസ്. ഇനി സിയുടെ ബ്ലോക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ എസിലല്ല ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നത്, ഡിയിലായതുകൊണ്ട്, ഡി സബ്ഷെല്ലിലായതുകൊണ്ട് ഇതിൻ്റെ ബ്ലോക്ക് ഡി ആണ്. ഇനി അടുത്തത് പീരിയഡ് അറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ തെറ്റിക്കരുത്. ഗ്രൂപ്പും പീരിയഡും പലരും തെറ്റിച്ച് കാണുന്നുണ്ട്. പീരിയഡ് എപ്പോഴും ഓർത്തോണം, 7 പീരിയഡ്സിൽ കൂടുതൽ വരത്തില്ല. ഗ്രൂപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം 18 വരെ വരാം. അതങ്ങനെ ഒരു ക്ലൂ ആയിട്ട് ചിന്തിക്കുക. ഇനി വളരെ എളുപ്പമാണ് പീരിയഡ് കണ്ടുപിടിക്കാൻ. ഏറ്റവും ലാസ്റ്റിലുള്ള വലിയ നമ്പർ അങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒന്നാമത്തതിൻ്റെ എയുടേത് 2. ഇനി ബിയുടെ പീരിയഡ് 3, സിയുടെ പീരിയഡ് 4. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരല്പം ബുദ്ധിമുട്ട്. നമുക്ക് ഗ്രൂപ്പ് നോക്കാം. അപ്പോൾ എയുടെ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കണം. ലാസ്റ്റിലെ 2-ൽ 2 എണ്ണം ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടണം. 2ഉം 6ഉം 8 അല്ലേ? ഇനി പി ആണെങ്കിൽ പി 10 കൂട്ടുക. പി ക്ലൂ ആണ്. പി കണ്ടാൽ 10 കൂട്ടുക. അപ്പോൾ +10 18. ഗ്രൂപ്പ് 18. ഇനി അടുത്തത് നോക്കിയേ, 3-ൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രൂപ്പ് എന്താണ്? S1, ഗ്രൂപ്പ് 1. ഇനി അടുത്തതിൻ്റെ ഗ്രൂപ്പ് സിയുടെ ഗ്രൂപ്പ്. ഇത് രണ്ടും കൂടെ ചേർക്കണം. നമ്മൾ ഔട്ട്സൈഡിൽ എന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ഇരുന്നുകൊണ്ട് ഇത് രണ്ടും കൂടെ നോക്കുക. 3ഉം 2ഉം 5. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചത്. ഇത് വളരെ മനസ്സിരുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. എന്നിട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് നന്നായി വായിക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സസ്, ഞാൻ ഇട്ട ക്ലാസ്സുകളൊക്കെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. A+ വേണ്ടവർക്കും ഒരു കുട്ടി പോലും തോക്കുകയില്ല. ഇത്രയും തന്നെ ഈ 3 ചാപ്റ്ററിൽ തന്നെ റിവിഷൻ പഠിച്ചാൽ തന്നെ ഒരു കുട്ടി പോലും തോക്കാതെ നമുക്ക് പാസ്സാകാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇടുന്ന മുറയ്ക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.